ഒടുവിൽ രായസക്കാരൻ സെക്രട്ടറി അയാൾ പറഞ്ഞു, ഐ നോ സംബഡി ഹൂ ക്യാൻ ഡു ദിസ്. ഇത് ചെയ്യാൻ കഴിവുള്ള ആരോ ഒരാൾ ഉണ്ട് എന്ന് എനിക്കറിയാം. അത് നമ്മുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായ ആ വസ്ത്രം സൂക്ഷിപ്പുകാരൻ്റെ ഭാര്യയാണ്. വസ്ത്രം സൂക്ഷിപ്പുകാരൻ്റെ ഭാര്യ എവിടെ താമസിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ യെരുശലേമിൻ്റെ 2-ാം ഭാഗത്ത് താമസിക്കുന്നത്. എല്ലാവരും താമസിക്കുന്ന മെയിൻ സ്ട്രീറ്റിലൊന്നുമല്ല അവരുടെ താമസം. കാര്യം അവർ താമസിക്കുന്നത് യെരുശലേമിൻ്റെ 2-ാം ഭാഗത്ത്. ഈ രാജാവിൻ്റെ സേവകന്മാർ നേരെ ഈ വ്യക്തിയുടെ അടുത്ത് ചെന്നു. വ്യക്തി ആരാണെന്ന് ഞാൻ പറഞ്ഞത്? അവിടുത്തെ വസ്ത്രം സൂക്ഷിപ്പുകാരൻ്റെ രാജവസ്ത്ര വിചാരകൻ്റെ ഭാര്യ. അവളുടെ പേര് ഹൂൽദ എന്നായിരുന്നു. ഹൂൽദ പ്രവാചകി ഈ വചനം വായിച്ചിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോശിയാവിൻ്റെ കാലത്തെ വലിയ ഉണർവുണ്ടാകുന്നത്. അപ്പോൾ തന്നെ തന്നെ വിശുദ്ധയായി ദൈവ സംസർഗം സൂക്ഷിച്ചിരുന്ന ഒരു സ്ത്രീ അന്ന് യെരുശലേമിൽ താമസിച്ചിരുന്നത് കൊണ്ടാണ് യോശിയ രാജാവിൻ്റെ കാലയളവിലെ ഉണർവുണ്ടായത് എന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. If you stand alone, it is not a disaster. It is something that God wants to do in the society. ദൈവം സമൂഹത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? അവൻ അങ്ങനെയുള്ള ആളുകളെ നിലനിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഉണർവുണ്ടാകണമെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയോടുള്ള ഒരു വലിയ അതിനോട് സമരസപ്പെട്ടു പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഉള്ളതെങ്കിൽ ഉണർവുണ്ടാകത്തില്ല, ഉണർവിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ എപ്പോഴും ഈ നിലവിലുള്ള വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ സഭയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ആദ്യം തൊട്ട് ഒരു ശരി ഇപ്പോൾ പോകുന്ന അവസ്ഥയോടുള്ള ഒരു അസംതൃപ്തി എന്ന് പറയുന്നത് ദൈവികമായ ഒരു അസംതൃപ്തി. ജോൺ സ്റ്റോട്ട് അതിനെ പറയുന്നത് എ ഹോളി ഡിസ്കണ്ടൻ്റ് എന്നാണ്. ഒരു വിശുദ്ധമായ അസംതൃപ്തി. ഞാനും എൻ്റെ സഭയും ഇപ്പോൾ കടന്നു പോകുന്നത് ദൈവികമായ നിലയിലല്ലെന്നും ഇങ്ങനെ പോയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ലെന്നുമുള്ള തിരിച്ചറിവോടുകൂടെ അതിനോടുള്ള ഒരു നിഷേധഭാവം, ഒരു വിശുദ്ധമായ അസംതൃപ്തിയിൽ നിന്നാണ് ഉണർവുണ്ടാകുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി മതി എന്ന് പറയുന്നവരാണ് യാഥാസ്ഥിതികരായ ആളുകൾ. ഇത് മതിയല്ല, ഈ യഥാസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ യാഥാസ്ഥിതികരായ ഈ സ്ഥിതി മതി, ഇതിൽ കൂടുതലൊന്നും വേണ്ട. നമ്മുടെ സഭയ്ക്ക് എന്താ കുഴപ്പം? എൻ്റെ ആത്മീയതയ്ക്ക് എന്താണ് കുഴപ്പം? എൻ്റെ ആത്മീയതയിൽ സംതൃപ്തനാണ് ഞാനെങ്കിൽ എന്തുണ്ടാകത്തില്ല? ഉണർവ് ഉണ്ടാകത്തില്ല. എൻ്റെ സഭയുടെ ആത്മീയതയിൽ ഞാൻ സംതൃപ്തനാണെങ്കിൽ എൻ്റെ സഭയിൽ ഉണർവുണ്ടാകത്തില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ സംതൃപ്തി പുലർത്തുന്ന ഒരു വ്യക്തിക്കും ഉണർവിൻ്റെ വാഹകനാകുവാൻ കഴിയത്തില്ല. ഓരോ ഉണർവ് വാഹകരായ സെപ്പറേറ്റഡ് ആയിട്ടുള്ള ആളുകളും ചെന്ന് പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല എന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിൻ്റെ നീരസത്തിൻ്റെ ലോകത്ത് ഞങ്ങളെ വിടുവിക്കണമെന്ന്. അവൻ്റെ ഇൻഡിഗ്നേഷൻ്റെ, അവൻ്റെ നീരസത്തിൻ്റെ, ദൈവത്തിൻ്റെ നീരസത്തിൻ്റെ ലോകത്തിലാണ് നമ്മൾ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു യഥാസ്ഥാപനം ഉണ്ടാകുന്നത്. പക്ഷേ നമ്മളുടെ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം നമ്മൾ സ്ഥിതിയിൽ സംതൃപ്തരാണെന്നുള്ളതാണ്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവകൃപയാൽ എല്ലാം നന്നായിട്ട് പോകുന്നു സഹോദര, എല്ലാം നന്നായിട്ട് പോകുന്നു. എന്താ നന്നായിട്ട് പോകുന്നത്? വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. എന്താ വലിയ കുഴപ്പമില്ലാന്ന് പറഞ്ഞ്? ബഹളമൊന്നുമില്ലാതെ പോകുന്നു. എന്താ ബഹളമൊന്നുമില്ലാതെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല, ബഹളം ഉണ്ടെങ്കിൽ തന്നെ വല്ല കമ്മിറ്റിയൊക്കെ കൂടുമ്പോഴേ ഉള്ളൂ. സഭായോഗത്തിൽ അങ്ങനത്തെ ബഹളമൊന്നുമില്ല. നമ്മൾ ഭയങ്കര സംതൃപ്തരാണ്. സഭായോഗത്തിന് ബഹളമുള്ള സഭകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിൽ സഭായോഗത്തിലെങ്കിലും ബഹളമില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. We are satisfied with what we are. നമ്മൾ ആരാണോ, നമ്മൾ എന്താണോ, അതിനകത്ത് നമ്മൾ എന്തായിപ്പോയിരിക്കുന്നു? സംതൃപ്തരായിപ്പോയിരിക്കുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അവർക്കൊരിക്കലും ഉണർവ് നയിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. സ്ഥിതിയിൽ ആനന്ദിക്കുന്ന, സ്ഥിതി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസൻറ്റ് സ്റ്റേറ്റിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തി, സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണർവിന് വാഹകരാകുവാൻ കഴിയുകയില്ല. എപ്പോഴും ഇപ്പോഴത്തെ സ്ഥിതിയിൽ അസംതൃപ്തരായ, വേണമെങ്കിൽ അവരെ യു ക്യാൻ കാൾ റിബല്യസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ നിഷേധികളായ ആളുകൾ. എന്താണ് നിഷേധികൾ എന്ന് വിളിക്കാൻ കാര്യം? അവരിപ്പോഴത്തെ സ്റ്റേജിനെ നിഷേധിക്കുന്നു, ഇപ്പോഴത്തെ അവസ്ഥയെ
നിഷേധിക്കുന്നു. സഭയിലേക്ക് ലോകം കടന്നുകൂടിയിരിക്കുന്നു എന്ന് അവരെ വിളിച്ചു പറയുന്നു. പ്രവാചകന്മാരെല്ലാം നിഷേധികളായിരുന്നു. എല്ലാ പ്രവാചകന്മാരും വന്ന് എന്തുവാ, ദൈവം പ്രവാചകന്മാരെ അയച്ചത് ഞാൻ നിങ്ങളിൽ സംതൃപ്തനായിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണോ? അല്ല. ദൈവം പ്രവാചകന്മാരെ അയച്ചത് എന്താണ്? ഞാൻ നിങ്ങളിൽ സംതൃപ്തനല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. അതിന്നും ദൈവം പ്രവാചകന്മാരെ അയക്കുന്നത് ആളുകൾക്ക് സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കാനല്ല, ആളുകൾക്ക് ഡിസ്റ്റർബൻസ് കൊടുക്കാനാണ്, ആളുകളെ അലോസരപ്പെടുത്തുവാനാണ്, ആളുകളുടെ സമാധാനം കെടുത്താനാണ്. സമാധാനം കൊടുക്കാനല്ല പ്രവാചകനെ അയക്കുന്നത്. എന്തിനാണ്? സമാധാനം കെടുത്താനാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. വന്ന് വളരെ സമാധാനം പ്രസംഗിക്കുന്നതായ ആളുകൾ ആർക്കും ഒരു വ്യത്യാസവുമില്ലാതെ മടങ്ങിപ്പോകുന്നു. അവരുടെ സ്ഥിതിയിലുള്ളവർ ആ സ്ഥിതി തന്നെ തുടരാനായിട്ട് തീരുമാനമെടുക്കുന്നു. അതിനുവേണ്ടി നമ്മൾ യഹോവയുടെ പക്ഷത്ത് മാറി നിൽക്കുന്ന ആളുകൾ. ഞാൻ വീണ്ടും സമയമുണ്ടെങ്കിൽ കടന്നു വരുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ആളുകളുടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് ഞാൻ വേദപുസ്തകത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ സമയമുണ്ടെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ. 33-ാം അധ്യായത്തിൽ നമ്മളിവിടെ കാണുന്ന ലേവ്യരെ കുറിച്ചുള്ള പരാമർശം എന്താണ്? മോശ എന്നിട്ട് പറയാണ്, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലേവ്യർ മോശയുടെ പക്ഷത്ത് ശരിക്കും മോശ എൻ്റെ പക്ഷത്തുള്ളവർ എന്നല്ല പറയുന്നത്, യഹോവയുടെ പക്ഷത്തുള്ളവർ മാറി നിൽക്കട്ടെ. മോശയോടെ ചേർന്ന് വീര്യം പ്രവർത്തിക്കുന്നതായ കാര്യം. ഒരുപക്ഷെ അവരതിനു മുമ്പ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് മുമ്പ് അത്രയും വീര്യം കാണിച്ചില്ലായിരിക്കാം. എന്നാൽ മോശയെപ്പോലെ ഒരു ലീഡർ ഇറങ്ങി വന്ന സമയത്ത് എന്താണ് അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ എരിവ് അവർ ഉപയോഗിക്കുകയും അവരെന്ത് ചെയ്യുകയാണ്? കർത്താവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഇതേപോലെ തന്നെ യഹോവയ്ക്ക് വേണ്ടി വേർപെട്ട ഒരു ഗ്രൂപ്പായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ മാത്രമല്ല, ഈവൻ ഇൻ ബിറ്റ്വീൻ ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരിയഡിലും ഇതേപോലെ തന്നെ ഇസ്രായേലിനെ, യെരുശലേമിനെ ആക്രമിച്ച് സെലൂക്കസിൻ്റെ രാജവംശം കീഴടക്കിയതായ സമയത്ത് ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന അന്നത്തെ അലക്സാണ്ടറിൻ്റെ കീഴിലുണ്ടായിരുന്ന 4 ജനറൽസിൽ ഒരു ജനറലാണ് സെലൂക്കസ് രാജവംശം, അല്ലെങ്കിൽ ടോളമീസ് ആയിരുന്നു പലസ്തീൻ ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ടോളമീസിൻ്റെ കയ്യിൽ നിന്ന് സെലൂക്കസിൻ്റെ രാജവംശം ഭരണം പിടിച്ചടക്കിയതിന് ശേഷം അവരിൽ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് വന്ന് ഭരണം നടത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ടോളമീസ് എപ്പോഴും റിലീജിയസ് ടോളറൻസ് ഉണ്ടായിരുന്ന ആളുകളാണ്. പക്ഷേ സെലൂക്കസിൻ്റെ രാജവംശം അങ്ങനെ റിലീജിയസ് ടോളറൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ ദേവാലയത്തിൽ പന്നിയെ യാഗമർപ്പിക്കുകയും പബ്ലിക്കായിട്ടുള്ള ആരാധന നിഷേധിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരും വളരെ യഹൂദ സഭ പീഡിപ്പിക്കപ്പെട്ട കാലയളവാണ് BC 2-ാം നൂറ്റാണ്ട്. ആ BC 2-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞതായ ഒരു ഗ്രൂപ്പ്, ഹസീദിം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ തന്നെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫെയ്ത്ത്ഫുൾ വൺസ്, യഹോവയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞവർ. അവരിൽ ഒരു ഗ്രൂപ്പായിരുന്നു പരീശന്മാർ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. നമുക്ക് പരീശന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? കള്ളന്മാരെന്നാണ്. പക്ഷേ പരീശന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയത് അങ്ങനെയല്ല. പരീശന്മാർ ശരിക്കും തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? റിലീജിയസ് ഫ്രീഡം നഷ്ടപ്പെട്ട് സമൂഹത്തിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നതായ ആ ജനങ്ങളുടെ ഇടയിൽ. അതിനകത്ത് ഒത്തിരി പേര് എപ്പോഴും പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പീഡനം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്ന ചിന്തിക്കുന്നതൊക്കെ തെറ്റാണ്. പീഡനം ഉണ്ടാകുമ്പോൾ നല്ലൊരു ശതമാനം എന്ത് ചെയ്യാറുണ്ട്? അതിനോട് സമരസപ്പെട്ട് അവരോട് ചേർന്ന് പോകാറുണ്ട്. അതിപ്പോൾ ഒറീസയിൽ നടന്നിട്ടുണ്ട്, എല്ലായിടത്തും നടന്നിട്ടുണ്ട്. പീഡനം ഉണ്ടാകുമ്പോൾ രക്തസാക്ഷികളാകുന്നവരുടെ ചരിത്രം നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ടെങ്കിലും പീഡനം ഉണ്ടായപ്പോൾ ഇട്ടേച്ച് പോയവരുടെ ചരിത്രം ആരും എഴുതാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പോൾ പീഡനം ഉണ്ടാകുമ്പോൾ ഇട്ടേച്ച് പോകുന്നവരുടെ അംഗസംഖ്യ കുറവൊന്നുമല്ല. രക്തസാക്ഷികളാകുന്നവരെക്കുറിച്ച് പിന്നെയും നമ്മൾ എഴുതുന്നത് കൊണ്ട് നമുക്ക് അതറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആളുകൾ അവരുടെ, അല്ലെങ്കിൽ സെലൂക്കസിൻ്റെ ഈ ഇടപെടലിൽ, മതപരമായ ഇടപെടലുകളിൽ അവർ സമരസപ്പെട്ടു പോകുവാൻ പരിശ്രമിച്ചപ്പോൾ എത്ര പീഡനം സഹിച്ചാലും ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമെന്നും ദൈവികമായ ഒരു ജീവിതം ജീവിക്കുമെന്നും തീരുമാനമെടുത്തവരാണ് പരീശന്മാർ. അല്ലാതെ അവർ മോശക്കാരൊന്നും ആയിരുന്നില്ല. എന്നാൽ റിലീജിയസ് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞപ്പോൾ
ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പെതിയെ എല്ലാം ആചാരങ്ങളിലേക്ക് മാറുകയും ഒടുവിൽ മുഖം മൂടി അണിയുന്നവരുടെ ഒരു സമൂഹമാവുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? കപടഭക്തിക്കാരുടെ പര്യായപദമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് എന്ത്? പരീശൻ എന്ന് പറയുന്ന വാക്ക്. പക്ഷേ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പോലും അങ്ങനെയാണെങ്കിൽ അവരങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ആളുകൾ അവരെ ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് പൗലോസും മറ്റും പറയുന്നത്, ഞാൻ പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്നൊക്കെ വലിയ അഭിമാനത്തോടെ പറയുന്നത്, അല്ലാതെ നാണം കെട്ടൊന്നുമല്ല പറയുന്നത്. കാരണം ദൈവത്തിന് വേണ്ടി നിലകൊണ്ട വേർപെട്ടവരായ ഒരു ഗ്രൂപ്പായിരുന്നു ഈ പരീശന്മാർ. അതേസമയം ഉണ്ടായിരുന്ന എസേന്യർ എന്ന് പറയുന്ന ഗ്രൂപ്പും ഇതേപോലെ തന്നെ കർത്താവിന് വേണ്ടി വേർപെട്ടവരായ ആളുകളാണ്. പക്ഷേ എസേന്യരുടെ പ്രത്യേകത, അവർ യെരുശലേമിൻ്റെ മരുഭൂമികളിലേക്ക്, കുമ്രാൻ അല്ലെങ്കിൽ സൊദോം ഗൊമോറായുടെ ആ സൈഡിലേക്ക് ഒക്കെ പോയി അവിടെ ഗുഹകളിൽ പാർത്ത് വേദപുസ്തകം പകർത്തി എഴുതുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നവരാണ് എസേന്യർ. ഇവരെല്ലാവരും കർത്താവിന് വേണ്ടി നിലകൊണ്ടവരാണ്. ഈ എസേന്യരാണ് പീഡനത്തിൽ കഴിഞ്ഞതായ സഭയ്ക്ക് ആവശ്യമായ വേദപുസ്തകത്തിൻ്റെ ചുരുളുകൾ എത്തിച്ചുകൊണ്ടിരുന്നത്. അവർ പകർത്തി എഴുതി അവർ കൊടുത്തുകൊണ്ടിരുന്നു. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീഡനത്തിൻ്റെ സമയത്തും യെരുശലേമിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേലിയ സഭ നിലനിന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഈ എസേന്യർ അവർക്ക് പകർന്നു കൊടുത്തതായ ആത്മധൈര്യമാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ വേർപെട്ടവർ പഴയ നിയമത്തിലും ഇൻ്റർ ടെസ്റ്റമെൻ്റൽ പീരിയഡിലും പുതിയ നിയമത്തിലും എല്ലാ കാലയളവിലും ഇങ്ങോട്ടുള്ള ഓരോ കാലയളവിലും ഉണ്ടായിരുന്നു. നമ്മൾ മാർട്ടിൻ ലൂതറിൻ്റെ ഉണർവിനെക്കുറിച്ചൊക്കെ പറയും. മാർട്ടിൻ ലൂതറിൻ്റെ ഉണർവും നവീകരണവും ഒക്കെ നമുക്ക് പറയാൻ 100 നാക്കുണ്ട്. പക്ഷേ ആ ഉണർവിൻ്റെ നവീകരണത്തിൻ്റെ കാലയളവിന് മുമ്പ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും വേദപുസ്തക പഠനത്തിലും ചെലവഴിച്ച ഉണർവ് സംഘങ്ങളുടെ ചരിത്രം പലർക്കും നമുക്കറിയത്തില്ല. അങ്ങനെ അനേകം വിശുദ്ധന്മാരായ ആളുകളും വിശുദ്ധ ഗ്രൂപ്പുകളും വ്യവസ്ഥാപിത സഭയോട് വേർപെട്ട് നിന്ന് പോരാടിയതിൻ്റെ പരിണിത ഫലമാണ് മാർട്ടിൻ ലൂതർ എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇതേപോലെ തന്നെ ചരിത്രത്തിൽ പേര് വന്നില്ലെങ്കിലും, ചരിത്രത്തിൽ പേര് വരാത്ത ഒത്തിരി പേരുണ്ട്, ചരിത്രത്തിൽ പേര് വന്നവരുമുണ്ട്. ടേക്ക് ദ കേസ് ഓഫ് ഈ നവീകരണത്തിന് തൊട്ട് മുമ്പ് ഇതുപോലെ ഉണ്ടായിരുന്ന 14th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന ജോൺ വിക്ലിഫിൻ്റെ അനുയായികൾ അവരെ വിളിച്ചുകൊണ്ടിരുന്ന ലൊലാഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറുപിറുക്കുന്നവർ എന്നാണ്. അവ്യക്തമായ ശബ്ദത്തിൽ, അസ്പഷ്ടമായ ശബ്ദത്തിൽ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നവർ. നമ്മുടെ ഇന്നത്തെ അന്യഭാഷയുടെയൊക്കെ ഒരു പുരാതനമായ വേർഷനാണ്. ആളുകൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് നാട്ടുകാരവരെ വിളിച്ചത് ലൊലാഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി നടക്കുമ്പോഴൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പുറപുറത്തോണ്ട് നടക്കും. ജോൺ വിക്ലിഫിൻ്റെയും മറ്റും ആളുകൾ അവരൊക്കെ they were paying a cost. അവർ യാഥാസ്ഥിതിക സഭ അല്ലെങ്കിൽ അന്നത്തെ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ദുരുപദേശങ്ങൾക്കെതിരെ പോരാടിയതിൻ്റെ അടിസ്ഥാനത്തിൽ സഭ പീഡിപ്പിച്ചതായ വ്യക്തികളാണ് ജോൺ വിക്ലിഫ്. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടായ പല കൺട്രീസിൽ, ഇറ്റാലിയയിലുണ്ടായിരുന്ന സാവനറോള, അല്ലെങ്കിൽ അസീസിയിലെ ഫ്രാൻസിസ്, അതുപോലെ ചെക്കോസ്ലോവാക്യയിലുണ്ടായിരുന്ന ജോൺ ഹസ്, എല്ലാം ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ആളുകൾ. ശരിക്കും ഇവാഞ്ചലിസം അല്ലെങ്കിൽ സുവിശേഷീകരണം എന്നുള്ളത് നൂറ്റാണ്ടുകളായിട്ട് സഭയ്ക്ക് അറിയാൻ പോലും ഇല്ലാതിരുന്നതായ കാലയളവിൽ ആണ് ഫ്രാൻസിസ് ഓഫ് അസീസി സുവിശേഷീകരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ്കൻ സമൂഹം ഉണ്ടാക്കുന്നത്. അവരാണ് സഭയ്ക്ക് പുറത്ത് യേശുവിനെ കൊണ്ടുചെല്ലുക എന്നുള്ള വലിയ സന്ദേശം കൊണ്ടുപോയത്. ഈവൻ ഫ്രാൻസിസ് ഓഫ് അസീസി ആ കാലയളവിലെ മുസ്ലിം തുടങ്ങിയതേ ഉള്ളൂ. ഇസ്ലാമിൻ്റെ ആ തേർവാഴ്ച നടക്കുമ്പോൾ അവിടെയുള്ള മുസ്ലിം ഭരണാധികാരികളുടെ അടുത്തുപോലും ധൈര്യത്തോടെ ചെന്ന് സുവിശേഷം അറിയിക്കാൻ നേരിട്ട് പോയ ആളാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. ഫ്രാൻസിസ് സേവിയർ അല്ല. ഫ്രാൻസിസ് സേവിയറാണ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ വന്നത്. ഇവരെ തമ്മിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഫ്രാൻസിസ് ഓഫ് അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രൊട്ടസ്റ്റൻറ്റിസത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെക്കുറിച്ച് നമ്മൾ കണ്ടത്. പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പ്രൊട്ടസ്റ്റൻറ്റിസം ഉണ്ടായി കഴിഞ്ഞിട്ടും അധികം താമസിയാതെ ഈ പ്രൊട്ടസ്റ്റൻറ്റിസത്തിലും എന്തുണ്ടായി? ഇതേപോലെ തന്നെ തളർച്ച ഉണ്ടാകുന്നു. അതിപ്പോൾ എപ്പോഴും സംഭവിക്കും. എത്ര വലിയ ഉണർവ് സംഘം ഉണ്ടായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിലേക്ക് ഈ തണുപ്പ് കയറി വരുന്നത് ഒരു സ്വാഭാവികമായ കാര്യമാണ്. അപ്പോഴൊക്കെ സഭയെ നവീകരിക്കാൻ അവരിൽ നിന്നും എന്തുണ്ടാകേണ്ടിയിരിക്കുന്നു? ഒരു വേർപെട്ട അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിന് അത്യാവശ്യമായിരിക്കുന്നു. പ്രൊട്ടസ്റ്റൻസിൻ്റെ ഇടയ്ക്ക് പ്രശ്നമുണ്ടായ സമയത്ത്, അല്ലെങ്കിൽ അവർ കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളിൽ ചില വ്യത്യാസമൊക്കെ ഉണ്ടാക്കിയെന്നുള്ളതല്ലാതെ ജീവിത രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നപ്പോഴാണ് പ്യൂരിറ്റൻസും മറ്റും ഉണ്ടാകുന്നത്. അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആദ്യത്തെ ഇംഗ്ലീഷ് സംഘമാണ് പ്യൂരിറ്റൻസ് പറയുന്നത്. അവരൊക്കെ വളരെ പീഡിപ്പിക്കപ്പെട്ടവരാണ്. പീഡിപ്പിക്കപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു പക്ഷേ അവർ
അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത പിൽഗ്രിം ഫാദേഴ്സ് എന്നവർ വിളിക്കുന്ന പ്യൂരിറ്റൻസ്. അപ്പോൾ എല്ലാ കാലയളവിലും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകളെ ഉണർത്തിയിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളാൻ. ടേക്ക് ദ കേസ് ഓഫ് ജോൺ വെസ്ലി. ജോൺ വെസ്ലിയുടെ ഉണർവിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ജോൺ വെസ്ലി ഉണ്ടായിരുന്ന സമയത്ത് ഹി സ്റ്റാർട്ടഡ് എ സ്മോൾ ഗ്രൂപ്പ്. അതിന് കൊടുത്തത് ഹോളിനെസ് ക്ലബ് എന്നാണ് പേരിട്ടെ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ കൂടിയിരുന്ന ഒരു ചെറിയ ഒരു ദേ കോൾ ദംസെൽസ് ആസ് എ ഹോളി ക്ലബ്. മറ്റെല്ലാവരും വേറെ ക്ലബ്ബുകളൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവർ ഒരു വിശുദ്ധ ഗ്രൂപ്പ് തുടങ്ങി. ഈ ഹോളി ക്ലബിൽ ആ ഒരു ചെറിയ സംഘത്തിൽ ഉണ്ടായ പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിൻ്റെയും ഒക്കെ പരിണിത ഫലമാണ് ജോൺ വെസ്ലിയുടെ ഉണർവ്. മെത്തോഡിസ്റ്റ് പ്രസ്ഥാനം മറ്റുള്ളവർ വിളിച്ചതാണ്, അവർ മെത്തോഡിസ്റ്റ് പറയുന്നത്. ജോൺ വെസ്ലിയുടെ ഉണർവ് എന്ന് തന്നെയല്ല, ആ ജോൺ വെസ്ലിയുടെ ഉണർവാണ് പിന്നീട് ഇങ്ങോട്ടുള്ള സകല ഇവാഞ്ചലിക്കൽ ഉണർവുകൾക്കും, ശരിക്കും ഇവാഞ്ചലിക്കൽ അവേക്കനിങ്സ് എന്ന് പറയുന്ന പരമ്പരയ്ക്ക് തന്നെ തുടക്കം കുറിച്ച് തന്നെയാണെന്ന് അറിയാമോ? ജോൺ വെസ്ലിയുടെ പ്രസംഗങ്ങളും ജോൺ വെസ്ലിയുടെ ഇടപെടലുകളുമാണ്. പക്ഷേ ഇതൊക്കെ തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് അറിയാമോ? ഇറ്റ് വാസ് ഫ്രം എ സ്മോൾ ഗ്രൂപ്പ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലുണ്ടായിരുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, ഹോളി ക്ലബ്. ഞാനിത് പറയാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നും ദൈവം നോക്കുന്നത് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളെയാണ്. ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റിമറിച്ച ജോൺ വെസ്ലി യൂറോപ്പിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ വ്യക്തിയാണ്. യൂറോപ്പിൻ്റെ ചരിത്രം തന്നെ മാറ്റി എഴുതിയ വ്യക്തിയാണ്. സോ അതിന് പിന്നാലെ പ്രവർത്തിച്ച കാര്യമാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ കാണുമ്പോഴത്തേക്ക് D.L. മൂഡിയും ജോർജ് മുള്ളറും അതേപോലെ തന്നെ C.S. സ്പർജനും ഒക്കെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ ആത്മീക സത്യങ്ങളിലേക്ക് നയിച്ചപ്പോഴുണ്ടായിട്ടുള്ള ബ്രദറൻ പ്രസ്ഥാനം. എന്നാൽ ആ ബ്രദറൻ പ്രസ്ഥാനത്തിൽ തന്നെ പിന്നീട് വന്നപ്പോഴത്തേക്ക് ആത്മാവിൻ്റെ ചൈതന്യം ഇല്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടായ സമയത്ത്, അല്ലെങ്കിൽ അവർ വേദപുസ്തകത്തിൻ്റെ തലനാരിഴ കീറി കാര്യങ്ങളെല്ലാം പറഞ്ഞെങ്കിലും ആ ആത്മാവിൻ്റെ ചൈതന്യം അറിയാൻ കഴിയാഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാണ് ഹോളിനെസ് മൂവ്മെൻറ്റ്. ആ ഹോളിനെസ് മൂവ്മെൻറ്റിൽ നിന്നാണ് പിന്നീട് പെന്തിക്കോസ്റ്റൽ മൂവ്മെൻറ്റ് വാസ്തവത്തിൽ ഉണ്ടാകുന്നത്. ഈ വളർച്ച എന്ന് പറയുന്നത് എല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ സമയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ സ്മോൾ ഗ്രൂപ്പ്. ഒരു ചെറിയ സംഘത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് എന്തിനു വേണ്ടി? വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ തയ്യാറായിട്ടുള്ള ഒരു ചെറിയ ഒരു ഗ്രൂപ്പ്. ഇന്നും വാസ്തവത്തിൽ ദൈവം നോക്കുന്നതാണ് ഹോളിനെസ്, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഗ്രൂപ്പ്, വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നതായ ഒരു സംഘം. അതാണ് കർത്താവ് ഇന്നും നമ്മളോട് നോക്കുന്നതായ അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത്. അവരൊരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻ്റാണ്, ഒരു വേർപാട് സംഘമാണ്. എന്തിനോടാണ് അവർ വേർപെട്ടത്? അവർ വേർപെട്ടത് ലോകം കടന്നുകൂടിയ അവരുടെ സാമുദായിക പശ്ചാത്തലത്തോടാണ്. ശരിക്കും അവർ വേർപെട്ടത് ലോകത്തോടാണ്, ഇരുളിനോടാണ്. ഇന്ന് നമ്മൾ നമ്മളെ തന്നെ വേർപെട്ടവരാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തിനോടാണ് വേർപെട്ടതെന്നൊന്ന് ചോദിക്കണം. ഇരുളിനോട് വേർപെട്ടു എന്ന് നമ്മുടെ സഭയിൽ കയറി വന്നിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ സഭ ഇരുളിൽ നിന്ന് വേർപെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഞാൻ ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ചർച്ചിലൊരു സാക്ഷി പറയുകയും ചെയ്തു. 36 കൊല്ലം മുമ്പ് മർത്തോമാ സമുദായത്തിൽ നിന്ന് പെന്തിക്കോസ് സമുദായത്തിലേക്ക് കുടിയേറുവാനിടയായി. മർത്തോമാ സമുദായത്തിൽ നിന്ന് ഞാൻ എങ്ങോട്ട് കുടിയേറി? പെന്തിക്കോസ് സമുദായത്തിലേക്ക്. അല്ല എന്തോന്ന് കാര്യം, അവിടെ ഉള്ളതല്ല ഇവിടെ ഉണ്ട്. വേറെ എന്താ വ്യത്യാസം? അതല്ല ഇന്ന് ആവശ്യമായിരിക്കുന്നത്. വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന, അതിനുവേണ്ടിയുള്ള വലിയ ദാഹം പുലർത്തുന്ന, ഒറ്റയ്ക്ക് നിൽക്കാൻ, കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാൻ, അതിനുവേണ്ടി ദൈവം വേർതിരിച്ചിരിക്കുന്നതായ ഒരു സംഘത്തെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ്. ഫോർഗെറ്റ് അബൌട്ട് എ ഗ്രൂപ്പ്. ഓഫ് കോഴ്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതിന് സംശയമില്ല. നമുക്ക് ആദ്യം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു എന്നൊക്കെ പിശാച് നമ്മുടെ അടുത്ത് വന്ന് പറയും. അങ്ങനെയൊന്നുമല്ല. കർത്താവ് ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ശേഷിപ്പിച്ചിരിക്കുന്നു. പക്ഷെ നമ്മളെവിടെയാണ് നിൽക്കുന്നത്? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമ്മളെവിടെയാണ് നിൽക്കുന്നത്? കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള, കൂട്ടം കൂടുവാനല്ല. ഇന്ന് ലോകം കടന്നുകൂടിയിരിക്കുന്ന ഈ സഭാ സാമുദായിക അന്തരീക്ഷത്തിൽ നിന്ന്
ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കേണ്ടതിന് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ്. അങ്ങനെയുള്ളവൻ്റെ ശബ്ദം ഒരു ഐസൊലേറ്റഡ് വോയിസ് ആയിരിക്കും. ദാറ്റ്സ് എൻ ഐസൊലേറ്റഡ്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ശബ്ദമാണ്. മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല അവൻ സംസാരിക്കുന്നത്. മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ ഒരുപക്ഷേ ജനങ്ങളൊക്കെ അവൻ്റെ അടുത്ത് വന്ന് പറയുമായിരിക്കും, ബ്രദറെ ഇങ്ങനൊന്നും അങ്ങനെയൊന്നും പറഞ്ഞാൽ മതി, ശരിയാകത്തില്ല. എന്ത് ചെയ്യണം ബ്രദർ? കുറച്ചുകൂടെയൊക്കെ ഒന്ന് മയപ്പെടണം. എന്ത് മയപ്പെടണം? മയപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ കുറച്ച് ലോകം കൂടെ ചേർക്കണമെന്നോ? പാലിനകത്ത് വെള്ളം ചേർക്കുന്ന പോലെ പാല് മയപ്പെടണമെങ്കിൽ എന്തോ ചേർക്കണം? പാലിനകത്ത് പാലൊഴിച്ചാൽ പാല് മയപ്പെടത്തില്ല. മയപ്പെടുമോ? പാലിനകത്ത് പാലൊഴിച്ചാൽ പാല് മയപ്പെടുമോ? ഇല്ല. പാലിനകത്ത് പാലൊഴിച്ചാൽ പാലിന് മയം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ്? ലോകം കൂടെ മിക്സ് ചെയ്യാതെ ദൈവവചനത്തിനോ ദൈവിക ശുശ്രൂഷയ്ക്കോ മയം, നമ്മളീ പറയുന്ന മയം ഉണ്ടാകത്തില്ല. മയപ്പെടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തോട് സമരസപ്പെടണമെന്നുള്ളതാണ്. അതിന് ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. അതിന് കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ മിഖായാവിൻ്റെ ചരിത്രം നമ്മൾ 2 ദിനവൃത്താന്ത പുസ്തകം 18-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ഭാഗമൊന്ന് വിശദമായിട്ട് നമുക്കൊന്ന് പഠിക്കാനായിട്ട് നമുക്ക് നോക്കാം. വി ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാകും ഇത് ഒരൊറ്റപ്പെട്ട ശബ്ദമാണ്, അതിന് അവൻ കൊടുക്കേണ്ടി വന്ന കോസ്റ്റ്. ഈ മിഖായാവിൻ്റെ ചരിത്രം മാത്രമല്ല ഞാൻ ഈ ദിവസങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വേദപുസ്തകത്തിലുടനീളം ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനമെടുത്തവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും എന്നിട്ടും അവരെന്തുകൊണ്ട് നിന്നു എന്നുള്ളത് നമ്മുടെ ആനുകാലികമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഇന്ന് നമുക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2 Chronicles chapter 18 അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേലിലെ യഹൂദ്യ രാജാവായിരുന്ന, അല്ലെങ്കിൽ യഹൂദയുടെ രാജാവായിരുന്ന യഹോശാഫാത്തും ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടായ്മയാണ്. യഹോശാഫാത്ത് ഒരു പരിധി വരെ പറഞ്ഞാൽ വളരെ പാവമാണ്. നമ്മൾ 19-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, എങ്കിലും നീ അശേരാ പ്രതിഷ്ഠകളെ നീക്കിക്കളയുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സ് വയ്ക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടെത്തിയിരിക്കുന്നു. നിന്നിലൊരു തിന്മ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ ഞാൻ നന്മയും കണ്ടെത്തിയിരിക്കുന്നു. വെച്ച് കഴിഞ്ഞാൽ അവൻ അശേരാ പ്രതിഷ്ഠകളെ നീക്കുകയും ദൈവത്തെ അന്വേഷിപ്പാൻ മനസ്സ് വയ്ക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. ഹി വാസ് എ പേഴ്സൺ ഹു വാണ്ടഡ് ടു ബി എ ഗുഡ് കിങ്. ഒരു നല്ല രാജാവായിട്ട്, ദൈവഭയമുള്ളൊരു രാജാവായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ആ വ്യക്തിയാണ്. എന്നാൽ ഇവൻ്റെ സകല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. നോക്കുക, കാശും പുത്തനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവായ ആഹാബിനോട് സംബന്ധം കൂടി. അതാണ് പ്രോബ്ലം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്നതിനിടയ്ക്ക് കല്യാണമൊന്നും ആകണമെന്നില്ല, പക്ഷേ വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളാത്ത, ഇപ്പം ചെയ്ത കേസ് ഓഫ് യഹോശാഫാത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹി വാസ് സ്റ്റാൻഡിങ് ഫോർ ഹോളിനെസ്. ആഹാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പക്ഷേ രണ്ടും രാജാക്കന്മാരല്ലേ? അപ്പോൾ എന്തുണ്ടായി? ഒരു സംബന്ധം. വിശുദ്ധനെ കൂടെ ഒരു കാര്യം ഞാൻ പറയാം. പാലിനകത്ത് മീൻതുള്ളി വീണാൽ മീൻതുള്ളി ശുദ്ധമാകത്തില്ല, പാല് രണ്ടും കൂടെ കൂട്ടിക്കലർത്തി ഒന്നിനെ ശുദ്ധീകരിക്കാമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കണ്ട. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ നമ്മളെങ്കിലും അതിനകത്തില്ലെങ്കിൽ, കൗൺസിലില്ലെങ്കിൽ ഈ കൗൺസിൽ എങ്ങനെയായി? അതുകൊണ്ട് ഞാനൊരു ആത്മീകനായതുകൊണ്ട് ഞാനിത് നന്നാക്കാൻ പോവുകയാണെന്ന്. അങ്ങനെ നന്നാക്കാൻ പോയ ഒത്തിരി എണ്ണത്തിന് എനിക്കറിയാം. ഇതിനകത്ത് കയറിക്കഴിഞ്ഞാൽ ഈ കസേരയിൽ ഫെവിക്കോളിൻ്റെ അപ്പുറത്തെ വല്ല സാധനം വെച്ച് ഒട്ടിച്ചിരിക്കുകയാണോ എന്നുള്ളതല്ലാതെ എനിക്ക് വേറെ സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സംബന്ധം അവിശുദ്ധമായ ഒരു കൂട്ടായ്മയിലൂടെ അല്ല വിശുദ്ധി പകർന്നു കൊടുക്കുന്നത്. അത് നടക്കത്തില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഇവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ യഹോശാഫാത്തും ദൈവത്തെ എങ്ങനെ കോപിപ്പിക്കാൻ കഴിയുമെന്ന് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതായ ആഹാബും കൂടെ സംബന്ധം കൂടിയാൽ എങ്ങനെ ശരിയാകും?
ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്നതായ കാര്യം തന്നെയാണ് ഇവിടെ കാണുന്നത്. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടി. ചില സംവത്സരം കഴിഞ്ഞ ശേഷം അവൻ ശമര്യയിൽ ആഹാബിൻ്റെ അടുക്കൽ ചെന്നു. ആഹാബും അവനും കൂടെ ഉണ്ടായിരുന്ന ജനത്തിനും വേണ്ടി വളരെ ആടുകളെയും കാളകളെയും അറുത്തു. ഗിലെയാദിലെ രാമോത്തിലേക്ക് തന്നോടുകൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. വിശുദ്ധൻ അശുദ്ധനെ വശീകരിക്കുകയല്ല, അശുദ്ധൻ വിശുദ്ധനെ വശീകരിച്ചു. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനമെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതാണ്. കാരണം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കൂടുതൽ മിടുക്കരാരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, വെളിച്ച മക്കളേക്കാൾ ലോകത്തിൻ്റെ മക്കൾ അധികം ബുദ്ധിയുള്ളവരാണ്. അവർക്കറിയാം നമ്മളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യണത്. കാര്യം അവർക്ക് എന്തും ചെയ്യാമല്ലോ. നമുക്കൊത്തിരി പരിമിതികളുണ്ട്. ഇഫ് യു ആർ എ ഹോളി പേഴ്സൺ, യു ആർ എ ലിമിറ്റഡ് പേഴ്സൺ. But if you are not holy, if you are unholy, then you have no limitation. അപ്പോൾ അശുദ്ധൻ എന്തും ചെയ്യാം. അവർക്ക് കള്ളം പറയാൻ ഒരു മടിയുമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ, ഞാനിത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്താ, ഈ ഭരണ നേതൃത്വത്തിനും മറ്റുള്ള ആളുകളുമൊക്കെ പച്ചക്കള്ളം പറയാൻ മടിയില്ലാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് എപ്പോഴും നിങ്ങളുടെ വിശുദ്ധി സൂക്ഷിക്കാനുള്ള മാർഗം. അല്ലാതെ അതിനകത്ത് കടന്ന് ഇതെല്ലാം കൂടെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചിന്തിക്കുന്നത് വെറും മൗഢ്യമാണ്. യഹോശാഫാത്തും ആഹാബും കൂടെ സംബന്ധം കൂടി ചില സംവത്സരം കഴിഞ്ഞപ്പോൾ, സംബന്ധം കൂടി ഉടനെ തന്നെ ഇവനെ ഒരുപക്ഷെ സ്വാധീനിക്കാൻ പറ്റി കാണത്തില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം പതിയെ എന്ത് ചെയ്തു? വശീകരിച്ചു. എന്നിട്ട് ചോദിക്കുന്നത്, രാമോത്തിലെ ഗിലെയാദിലേക്ക് അവനോട് കൂടെ ചെല്ലേണ്ടതിന് അവനെ വശീകരിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാബ് യഹൂദ രാജാവ് യഹോശാഫാത്തിനോട്, നീ എന്നോടുകൂടെ ഗിലെയാദിലെ രാമോത്തിലേക്ക് പോരുമോ എന്ന് ചോദിച്ചു. യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ആ യുദ്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു നീതി യുദ്ധമോ ഒന്നുമല്ല. അവൻ്റെ അഹങ്കാരത്തിൻ്റെയും ശരിക്കും മറ്റൊരു രാജ്യം പിടിച്ചടക്കാനുള്ള അവൻ്റെ ദുരയുടെയും ഒക്കെ അതിന് കൂട്ടുകെട്ടുണ്ടാക്കുകയാണ്. അവനൊരു ഹിഡൻ അജണ്ട ഉണ്ട്. ആഹാബിന് എപ്പോഴും ഒരു ഹിഡൻ അജണ്ടയുണ്ട്. യഹോശാഫാത്തിന് അതില്ല. അതതിനകത്തെ തമാശ. യഹോശാഫാത്ത്, ഹി വാസ് എ നൈസ് പേഴ്സൺ. അവന് വേറെ അജണ്ട ഒന്നുമില്ല. പക്ഷേ ഈ അജണ്ട ഇല്ലാത്തവനെ കൂടെ അവൻ എന്ത് ചെയ്തതാണ്? വശീകരിച്ച്, നീയും കൂടെ എൻ്റെ കൂടെ പോരുമോ? വളരെ സൗഹൃദമാണല്ലോ കൂട്ടുകെട്ട്. നോക്ക്, ഇവനിങ്ങനെ വെള്ളം ചേർന്ന് ഒഴുകിപ്പോകുന്ന നോക്കിയേ. അവനോട്, ഞാനും നീയും, എൻ്റെ ജലവും നിൻ്റെ ജലവും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, അതിനെന്താ പോരുന്നതിന്? ഞാനും നീ ഒരുപോലെയാണോ? ഞാനും നീ ഒരുപോലെയാണോ? എൻ്റെ ചോദ്യം അതാണ്. ഡു യു തിങ്ക് that the people who are always standing for the world, even when they say themselves as ministers of the word of God, do you think that you are the same? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അവരൊരുപോലെയാണെന്ന്? രണ്ടുപേരും സുവിശേഷം പ്രസംഗിക്കുന്നത് കൊണ്ട്, രണ്ടുപേരും ക്രൂസൈഡിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ രണ്ടും ഒരുപോലെയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന്. അല്ലാതെ എന്താ? ഇവൻ ആത്മീകനായിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഐ എം സോറി, നമ്മൾ ഒരേ പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിലും സഹോദര, നമ്മൾ രണ്ടും രണ്ടാ. നമ്മൾ ഒരേ പ്രസ്ഥാനത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ രണ്ടും രണ്ടാ. അത് പറയാനുള്ള തൻ്റെ ഇടം വേണം. അവിടെ തൊട്ടാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഒരുപോലെയല്ലോ. പിന്നെ നമ്മൾ ഒരുപോലെ അല്ലേ? എൻ്റെ ജനവും നിൻ്റെ ജനവും, നമ്മളെല്ലാവരും ഒരേ പ്രസ്ഥാനമല്ലേ? പ്രിയമുള്ളവരെ, ഇതിനകത്ത് തന്നെ ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരും തിന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരും തമ്മിൽ കൂടിക്കലർന്ന് ഒരു സംബന്ധമുണ്ടാക്കുക എന്ന് പറയുന്നത് ദൈവികമായ ഒരു പദ്ധതി അല്ല. സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒറ്റപ്പെട്ട വ്യക്തികളാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. യഹോശാഫാത്ത് ഇസ്രായേൽ രാജാവിനോട്, ഇന്ന് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചാലും എന്ന് പറഞ്ഞു. കണ്ടോ, ഇവൻ ആത്മീയനാണെന്ന് അവൻ പറഞ്ഞ്, ഞാൻ വരാം, പക്ഷേ വരാനാണെങ്കിലും കർത്താവിൻ്റെ ആലോചനയില്ലാതെ നമ്മൾ ശരിയല്ലല്ലോ. കർത്താവിൻ്റെ ആലോചന ഇല്ലാതെ വരുന്നത് ശരിയല്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നമുക്ക് ആലോചന ചോദിക്കണ്ടായോ? ആഹാബ് എന്താ പറഞ്ഞു? ഓ, എന്തോ ആലോചന ചോദിക്കാനാ നമ്മൾ എന്നാണ് പറഞ്ഞത്. അല്ല, ആലോചനയോ? അതിനെന്താ? എല്ലാവരും വിളിച്ചടാ, ആലോചന പറയാനുള്ളവരെ വിളിച്ചേ.
ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി. 400 എണ്ണം ക്യൂ നിൽക്കുക. ഇന്നും ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഇഷ്ടം പോലെ പ്രവാചകന്മാരുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ആന്തരികമായ തലത്തിലാണ്, ആന്തരികമായ വിശുദ്ധിയിലാണ്. ഒരുത്തൻ പ്രവാചകനിൽ വിശ്വസിക്കുന്നവനും മറ്റവന് വിശ്വസിക്കാത്തവനുമല്ല. ഒരുത്തൻ പ്രവാചകനെ ദൈവ ആലോചന എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നവനും അങ്ങനെ അല്ല ഇന്നത്തെ ഡിഫറൻസ്. എല്ലാവർക്കും എല്ലാം ഉണ്ട്. ആത്മികനും ആലോചനയുണ്ട്, അനാത്മികനും ആലോചനയുണ്ട്. അനാത്മികനും ഉപവാസ പ്രാർത്ഥന നടത്തും, അനാത്മികനും ക്രൂസേഡ് നടത്തും, അനാത്മികനും സെമിനാർ നടത്തും, അനാത്മികനും വേണമെങ്കിൽ വിശുദ്ധിയെക്കുറിച്ച് 2 പ്രസംഗവും പ്രസംഗിക്കും. അതിനൊന്നിനും ഒരു മടിയുമില്ല. കർത്താവിൻ്റെ ആലോചന ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ആഹാബിന് മുമ്പുണ്ടായിരുന്ന നല്ല ഒന്നാന്തരം രാജാക്കന്മാരായ ദാവീദ് തൊട്ട് ഇങ്ങോട്ടുള്ളവരെ ഒരുത്തനോടെ ആലോചന ചോദിച്ചിട്ടുള്ളൂ. അബ്യാഥാർ പുരോഹിതനോ അല്ലെങ്കിൽ ഒരാൾ. പക്ഷേ ഇത് 1-2 വല്ലതും ആണോ? 400 എണ്ണം കിടക്കുകയാണ്. ഇതിക്കുള്ളെന്തോ വേണം? ഇത് വലിയൊരു ആഘോഷമാണ്. ആലോചന ചോദിക്കുന്നതന്നെ എന്താണ്? വലിയൊരു ആഘോഷമാണ്. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയൊക്കെ ഒരു ആഘോഷമാണ്. ആലോചന ചോദിക്കും ഭയങ്കര. പിന്നെ ആലോചന ചോദിച്ചാൽ എന്തോ, നമുക്കൊരു 40 ദിവസം ആലോചന ചോദിച്ചേക്കാമെന്ന് പറയുന്നത്. ഒരു പ്രശ്നവുമില്ല. ഒന്നാമത്തെ കാര്യം, ഇതൊക്കെ രഹസ്യം എന്ന് പറഞ്ഞാൽ രഹസ്യമായതുകൊണ്ടല്ല. ദിസ് ഈസ് എ പ്രൈവറ്റ് അഫെയർ. ദൈവവുമായിട്ടുള്ള സംസാരം എന്നൊക്കെ പറയുന്നൊരു പ്രൈവറ്റ് അഫെയർ. അല്ലാതെ 400 പേരെ വിളിച്ചു കൂട്ടി 4 നേരം ശാപ്പാടും കൊടുത്ത് പാട്ടും പാടി നടത്തുന്നൊന്നും അല്ല ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്രൈവറ്റ് അഫെയർ. ഇഫ് യു വാണ്ട് ടു നോ ദ വിൽ ഓഫ് ഗാഡ്, സിറ്റ് ഇൻ ഹിസ് പ്രസൻസ്. ദൈവാലോചന അറിയണമെങ്കിൽ അവൻ്റെ സന്നിധിയിലിരിക്കുക. അവൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവൻ അതനുസരിച്ച് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പോടുകൂടെ ഈ 400 പ്രവാചകന്മാർ അവരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കണമോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിനവർ, പുറപ്പെടുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. ചോദിക്കുക പോലും വേണ്ട, അതിനു മുമ്പേ ആലോചനയാണ്. അവരാരും പറഞ്ഞില്ല ഒരു മിനിറ്റ് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കണമെന്ന് പോലും പറഞ്ഞില്ല. കാര്യം എല്ലാവർക്കും നല്ല ഉറപ്പുണ്ട്, രാജാവിൻ്റെ കയ്യിൽ അത് ഏൽപ്പിച്ചിരിക്കുന്നു. ഭയങ്കര ഉറപ്പാണ്. യുദ്ധത്തിന് പോകണോ വേണ്ടായോ, ബിസിനസ് തുടങ്ങണോ വേണ്ടായോ, വീട് പണിയണോ വേണ്ടായോ, കിണർ കുഴിക്കണോ വേണ്ട, ഇതൊക്കെ ചോദിക്കാനാണല്ലോ ഇന്നും പ്രവാചകന്മാരെ വിളിക്കുന്നത്. അല്ലാതെ ഞാൻ നന്നാകണോ വേണ്ടായോ എന്ന് ചോദിക്കാൻ ഒരുത്തനും പ്രവാചകനെ വിളിക്കുന്നില്ല. യഹോവയുടെ പ്രവാചകൻ എപ്പോഴും വന്നിട്ട് കിണർ കുഴിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. യഹോവയുടെ പ്രവാചകൻ വന്നിട്ട് നിൻ്റെ ജീവിതത്തിലെ കിണറുകളൊക്കെ ഒന്ന് ഇട്ട് മൂടി ഒന്ന് നേരെയാക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണ്? അതിനവൻ പുറപ്പെടുക, ദൈവം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, അവൻ ഇച്ചിരി ആത്മീയൻ, ഞാൻ പറഞ്ഞല്ലോ അവൻ ആത്മീയനാണെന്ന് പറഞ്ഞില്ലേ, അവനൊരു ചെറിയൊരു പന്തികേട്. ഇതന്നെയാണ് ഈ 400 പേരും ഇത്രയും അവനങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇത്രയ്ക്ക് ഉറപ്പുള്ള ഒരു സംശയവുമില്ല ഈ 400 പേരും ഒരുമിച്ച് ഇത് പറയാനുള്ള കാര്യം എന്തുവാ? അവൻ ചോദിക്കുന്ന ഒരു ചോദ്യം, യഹോവയുടെ പ്രവാചകനായിട്ട് നാം അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും പേരും ആരുടെ പേരിലാണ് വന്ന് പ്രവചിച്ചിരിക്കുന്നത്? യഹോവയുടെ പേരിൽ തന്നെയാണ് വന്ന് പ്രവചിച്ചിരിക്കുന്നത്. അതായത് യഹോവയുടെ പ്രവാചകനായിട്ട് ആരും ഇല്ലയോ എന്നല്ല ചോദിക്കുന്നത്, യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരും ഇല്ലയോ എന്ന്. അപ്പോൾ ഈ 400 പേരും ആരുടെ പേരിൽ തന്നെ പ്രവചിച്ചവരാ? യഹോവയുടെ പേരിൽ പ്രവചിച്ചവരാണ്. നോക്ക്, ഇന്ന് എല്ലാം ദൈവനാമത്തിലാണ്. എല്ലാം പ്രസംഗിക്കുന്നതും പ്രവചിക്കുന്നതും ചാരിറ്റിയും എല്ലാം ദൈവനാമത്തിലാണ്. നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വലിയ കാര്യമാണ്. എല്ലാം എന്ത് കള്ളത്തരം പറയാനും ദൈവത്തിൻ്റെ നാമത്തിലാണ്. കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾക്ക് എല്ലാത്തിനും കർത്താവിൻ്റെ പേരോടുണ്ട്. പക്ഷേ ഇവൻ്റെ ആത്മീയതയുടെ ഒരു ചെറിയ വെളിച്ചം അവനിൽ കിടക്കുന്നുണ്ട്. അവന് തോന്നി ഇവർ പറയുന്നത് ശരിക്കും യഹോവയുടെ നാമത്തിലാണെങ്കിലും യഹോവയുടെ ആലോചനയാണോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായതുകൊണ്ട് ചോദിച്ചു, ഇനി വേറെ വല്ലവരും
ഉണ്ടോ യഹോവയുടെ പ്രവാചകനായിട്ട് ഇനി ആരും ഇല്ലയോ എന്ന് ചോദിച്ചു. അതിന് ഇസ്രായേൽ രാജാവ് യഹോശാഫാത്തിനോട്, നാം യഹോവയുടെ ആലോചന ചോദിപ്പാൻ തക്കവണ്ണം ഇനി ഒരുത്തനുണ്ട്, പക്ഷേ ഞാൻ ഈയിടെ ആയിട്ട് അവനെ വിളിക്കാറില്ല. കണ്ടോ, ഒരുത്തനോടുണ്ട്, പക്ഷെ ഞാൻ ഈയിടെയായിട്ട് അവനെ വിളിക്കാറില്ല. എന്നെ വിളിക്കാത്ത, അവൻ വന്നു കഴിഞ്ഞാൽ എന്നെ ചീത്ത വിളിക്കാനേ ഉള്ളൂ അവന് നേരം. എനിക്കിഷ്ടമുള്ളതല്ല അവൻ പ്രവചിക്കുന്നത്. അവൻ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. അവൻ എന്നെക്കുറിച്ച് ഒരിക്കലും ഗുണമല്ല, എപ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നത് കൊണ്ട് അവൻ എനിക്കിഷ്ടമല്ല. പ്രിയമുള്ളവരെ, യഹോവയ്ക്ക് വേണ്ടി നീ നിലകൊണ്ടാൽ നിന്നെ അവന് ഇഷ്ടമാകത്തില്ല. അനാത്മികന് നിന്നെ ഇഷ്ടമാകത്തില്ല. എല്ലാവർക്കും ഇഷ്ടപുത്രനായിട്ട് ജീവിക്കണമെങ്കിൽ ഈ 400 എണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ചേർന്നാൽ മതി. ഇവൻ പറയുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അവൻ എനിക്ക് ദോഷമായി പ്രവചിക്കുന്നത് കൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇവരാണെങ്കിൽ ഇന്ന് വരെ എനിക്ക് ദോഷമായിട്ട് പ്രവചിച്ചിട്ടില്ല. ഈ 400 പേരും എനിക്കിഷ്ടമുള്ളതേ പ്രവചിക്കത്തുള്ളൂ. പ്രവാചകൻ ഒരാൾക്ക് ഇഷ്ടമുള്ളത് പ്രവചിക്കുന്നവനാണോ? പ്രവചനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതാണോ? അതാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ. നാബി എന്ന് പറയുമ്പോഴത്തേക്ക് ഹി ഈസ് നോട്ട് സ്പീക്കിംഗ് ഫോർ ഹിംസെൽഫ്, ഹി ഈസ് സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ്. അതാണ് നാബി എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ, പ്രവാചകൻ എന്ന് പറയുന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം അതാണ്. മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നവൻ എന്നാണ് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ. മറ്റൊരാൾക്ക് വേണ്ടി, അതായത് പ്രവചിക്കുന്നവൻ അവൻ്റെ വാക്കുകളല്ല പറയുന്നത്, അവൻ ആരുടെയോ വാക്കുകളാണ് പറയുന്നത്. യഹോവ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഫറവോന് ദൈവമായിരിക്കും, അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കുമെന്ന്. അഹരോൻ പ്രവാചകനായിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല അർത്ഥം, അഹരോൻ ഇടയ്ക്കിടയ്ക്ക് നിന്നോട് പ്രവചിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. മോശയോട് അഹരോൻ പ്രവചിക്കുന്നൊന്നുമില്ല. അഹരോൻ നിനക്ക് വേണ്ടി, നിനക്ക് പകരം ഫറവോനോട് സംസാരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഒരു പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി മനുഷ്യനോട് സംസാരിക്കുന്നവനാണ്. അവനാണ് പ്രവാചകൻ. ആ വാക്കുകൾ അവൻ്റെ അല്ല. വാക്കവനായിരിക്കും, പക്ഷെ ആ സന്ദേശം ആരുടേതല്ല, ആ പറയുന്ന വ്യക്തിയുടെ സന്ദേശമല്ല. അത് മാറ്റാൻ അവൻ അവകാശമില്ല. അതൊരാൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് മാറ്റാൻ അവകാശമില്ല. ഞാനൊരു പോസ്റ്റ്മാനാണെന്ന് വെക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു കത്ത് കിട്ടി. തോമസ് കുട്ടി എന്ന് പറയുന്ന ആളുടെ മകൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരു കത്ത് കിട്ടി. ഞാനത് തോമസ് കുട്ടിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണെന്ന് വെച്ചു, പാവം മോൻ മരിച്ചു പോയെന്നുള്ളവർ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒത്തിരി സങ്കടമായിരിക്കും. അങ്ങനൊരു സന്ദേശം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഈ കത്ത് മാറ്റിയിട്ട് തോമസ് കുട്ടി സുഖമായിട്ടിരിക്കുന്നു, അവൻ ഇപ്രാവശ്യം SSLCക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിച്ചെന്നങ്ങ് എഴുതി കൊടുക്കാം എന്ന് പറഞ്ഞ് കത്തിനകത്ത് അതെടുത്ത് മാറ്റിയിട്ട് തോമസ് കുട്ടി വളരെ സുഖമായിരിക്കുന്നു, അവനിപ്പോൾ SSLCക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നതിന് എഴുതി കൊടുക്കാൻ എനിക്ക് പറ്റുമോ? പറ. പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? അത് എൻ്റെ സന്ദേശമല്ല. പ്രവാചകന് സന്ദേശം മാറ്റാനുള്ള അവകാശം ഇല്ല. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പ്രവാചകന് സന്ദേശം മാറ്റുവാനുള്ള അവകാശമില്ല. ഇവിടെ എന്താ പറയുന്നറിയാമോ? രാജാവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് പ്രവചനം മാറ്റണമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് എന്താണ്? അവൻ ഗുണമല്ല, എല്ലായ്പ്പോഴും ദോഷം തന്നെ പ്രവചിക്കുന്നുണ്ട്, എനിക്ക് അവൻ ഇഷ്ടമല്ല. അവൻ ഇംളയുടെ മകനായ മിഖായാവ് എന്ന് പറഞ്ഞു. രാജാവ് യഹോശാഫാത്ത് പറയുകയാണ്, രാജാവ് അങ്ങനെ പറയരുതേ എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് ഒരു ഷണ്ണനെ വിളിച്ചു, ഇംളയുടെ മകനായ മിഖായാവെ വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ രാജാവും യഹൂദ രാജാവായ യഹോശാഫാത്തും രാജവസ്ത്രം ധരിച്ച് ശമരിയുടെ പടിവാതിൽ പ്രവേശത്തിങ്കൽ ഒരു വിശാല സ്ഥലത്ത് താന്താൻ്റെ സിംഹാസനങ്ങളിലിരുന്നു. പ്രവാചകന്മാരൊക്കെയും അവരുടെ സന്നിധിയിൽ പ്രവചിച്ചു കൊണ്ടേയിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, വലിയ ആഘോഷമാണ്.
ഭയങ്കര പ്രവചനവും അന്യഭാഷയും ശുശ്രൂഷയും പാട്ടും 20,000 വാട്ട്സ് മ്യൂസിക്കും ആളുകൾ പറയുന്ന അന്യഭാഷയും പിന്നെ കമ്പ്യൂട്ടറിനകത്തൂടെ കേൾക്കുന്ന അന്യഭാഷയും കീബോർഡിനകത്തിട്ടിരിക്കുകയാണല്ലോ അന്യഭാഷ. അതും എല്ലാം കൂടെ എന്തോ ഒരു ബഹളമാണെന്നറിയോ. ഭയങ്കര അവർ പ്രവചിച്ചുകൊണ്ടേയിരുന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ഏത് മിഖയാവിനെ പോയി വിളിച്ചുകൊണ്ട് വരുന്നത് വരെയും പ്രവചിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കെനയനയുടെ മകനായ സിദക്കിയാവ് തനിക്ക് ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, ഒരു പ്രവാചകനാണ്, ഇരുമ്പ് കൊണ്ട് ഒരു കൊമ്പുണ്ടാക്കി, നീ ഇവ കൊണ്ട് അരാമ്യരെ അവർ ഒടുങ്ങും വരെ കുത്തിക്കളയും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, എന്തെല്ലാം ഗിമ്മിക്സാണ് കാണിക്കുന്നത്. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പോയാൽ കാണാം എന്തൊക്കെ ഗിമ്മിക്സ് പറഞ്ഞാൽ എന്തൊക്കെ വേലകളാണ് ഇറക്കുന്നത്. ഇതൊക്കെ ഇന്ന് നടക്കുന്ന കാര്യങ്ങളാണ്. ഇരുമ്പ് കൊണ്ട് കൊമ്പുണ്ടാക്കി, ബലൂണുണ്ടാക്കി, ഓരോ കാര്യങ്ങൾ പൊട്ടിക്കുകയും എടുക്കുകയും പിടിക്കുകയും എന്തെല്ലാം കാര്യങ്ങളാണ് എൻ്റെ ദൈവമേ. എന്നിട്ട് പറയുകയാണ് യഹോവ, അതിനും പറയുന്നതാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഈ കൊമ്പ് കൊണ്ട് കുത്തിക്കളയും, അരാമ്യരെ മുഴുവൻ അവർ തീരുന്നത് വരെ ഒടുക്കിക്കളയും. എന്തൊരു ഈസിയാണ്. പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെ പ്രവചിച്ചു. ഗിലെയാദിലെ രാമോത്തിലേക്ക് പുറപ്പെടുക, നീ കൃതാർത്ഥനാകും, യഹോവ അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. മിഖയാവെ വിളിപ്പാൻ പോയ ദൂതൻ അവനോട്, അവൻ ചെന്ന് പറയാ, നോക്ക് മോനെ, എനിക്കറിയാം നീ ഇച്ചിരി ഒരു വ്യത്യാസമൊക്കെ ആണെന്നറിയാം, പക്ഷേ ഒരു മിനിറ്റ്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പ്രവാചകന്മാരുടെ വാക്കുകളൊക്കെ ഒരുപോലെ രാജാവിന് ഗുണമായിരിക്കുന്നു. നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റെ വാക്ക് പോലെ ആയിരിക്കട്ടെ. നിന്റെ വാക്കും അവരിൽ ഒരുത്തൻ്റെ വാക്ക് പോലെ ആയിരിക്കട്ടെ. മറ്റുള്ളവരെ പോലെ ആകാൻ ആണ് പിശാച് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പോലെ, അവരുടെ ശുശ്രൂഷ പോലെ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളുടെ പല യങ് ആയിട്ടുള്ള പ്രവാചകന്മാരും എന്താണെന്നറിയാമോ, പ്രവചനം മുഴുവൻ കോപ്പി അടിക്കുക. പ്രവചനം വേണ്ട പാട്ട് പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ മോഡേൺ വർഷിപ്പ് സംഘങ്ങളിലൊക്കെ അല്ലെങ്കിൽ പിള്ളേരുടെ ഈ ക്യാമ്പിനും ഒക്കെ ചെല്ലുന്ന സമയത്തൊക്കെ പിള്ളേർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് ചർച്ച്. അപ്പോൾ ഞാൻ ഇതിടെ 14 വയസ്സുള്ള ചെറുക്കൻ നിന്ന് ആളുകളെ വിളിക്കുന്നു ചർച്ച്. എന്ത് ഇവനിങ്ങനെ വിളിക്കാൻ കാര്യം? നേരത്തെ ഒക്കെ ആണെങ്കിൽ കുറേ കൂടെ മാനമര്യാദയ്ക്ക് സംസാരിക്കുമായിരുന്നല്ലോ. ഇതെന്തുവാ സഭയേ എന്നൊക്കെ വിളിക്കാൻ ഇവൻ എവിടെ നിന്ന് തുടങ്ങിയത്? മറ്റൊന്നുമല്ല, ഹിൽ സോങ്സിലെ പാസ്റ്റർ അങ്ങനെ വിളിച്ചത് അവൻ കേട്ടിട്ടുണ്ടേ. ഹിൽ സോങ്സിലെ പാസ്റ്റർ, അയാൾക്ക് അത്രയും വലിയൊരു സഭയുണ്ട്, അയാളുടെ സഭയോടാണ് പറയുന്നത്. ഇത് കിളിന്ത പിള്ളേർ കയറി നിന്നിട്ട് വന്ന് നിൽക്കുന്നുള്ളൂ ചർച്ച്. എന്നറിയാമോ, വീഡിയോ കണ്ട് പഠിച്ചത് അതുപോലെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോൾ ശ്വാസം വിടണമെന്ന് വരെ അവൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഹിൽ സോങ്സുകാരൻ ശ്വാസം വിടുമ്പോഴേ ഇവിടെ ശ്വാസം വിടുത്തുള്ളൂ. അത്ര കൃത്യമായിട്ടാണ് വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് പറ. അവരിൽ ഒരുത്തനെ പോലെ ആകാനാണോ, അല്ലെങ്കിൽ അതിനാണോ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്? ദൈവം നമ്മളെ യുണീക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെ വേറെ ആരും ഇല്ല ലോകത്തിൽ. നിങ്ങളായാൽ മതി, വേറെ ആരും ആകണ്ട. വേറെ ആരെങ്കിലും ആകാൻ നോക്കുന്നത് അബദ്ധമാണ്. അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഗോഡ് ഹാസ് ഗിവൺ യു എ മിനിസ്ട്രി. God has given you a mission. നിങ്ങളായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇവന് പറയാ, നിന്റെ വാക്കും അവരിൽ ഒരുത്തനെ പോലെ ആയിരിക്കട്ടെ. എന്തുകൊണ്ടാണ്? അവർ 1-2 400 പ്രവാചകന്മാരുണ്ട്. കൊച്ചു കാര്യമൊന്നുമല്ല. എന്താണ്? 400 പ്രവാചകന്മാർ ഒരേപോലെ പറഞ്ഞിരിക്കേ, മോനെ നീ മാത്രം മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അലങ്കോലമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അവർ പറയുന്നത് പോലെ പറയണം. അവർ പറയുന്നത് പോലെ പറയണം. സമൂഹം പറയുന്നത് പോലെ പറയണം. ഈ പ്രവാചകന്മാർ പറയുന്നത് പോലെ പറയണം എന്നുള്ളതാണ് ഇന്ന് ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നതായ കാര്യം. എന്നാൽ അവർ പറയുന്നത് പോലെ പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കാൻ കഴിയത്തില്ല. If you're a true prophet of God, your words are different. Your voice is an isolated voice. താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് അവിടെ അതിന് മിഖയാവ്, യഹോവയാണ് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നത് തന്നെ ഞാൻ പ്രസ്താവിക്കും. അവൻ പറഞ്ഞു, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. 400 പേര് ഒരേപോലെ സംസാരിച്ചാലും പെർസെൻറ്റേജ് നോക്കണം.
It is not even 1%. It is only 0.25. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കണം. നോട്ട് ഈവൻ 1%. 400 പ്രവാചകന്മാർ ഒരു സ്ഥലത്ത്, യഹോവയുടെ പക്ഷത്തുള്ള എത്ര പേരുണ്ട്? ഒറ്റ ഒരാൾ. പെർസെൻറ്റേജ് എത്രയാ? നോട്ട് ഈവൻ 1%. സമൂഹത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. എന്നാലും അവൻ പറഞ്ഞു, 400 പേര് അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം പറഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ദൈവം അരുളി ചെയ്തു തന്നെ ഞാൻ പ്രസ്താവിക്കും. ഇതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്ന ഏറ്റവും വലിയ തീരുമാനം. God wants us to be an isolated voice. Tell the world that I am not ready to compromise with the world. ലോകവുമായിട്ടൊരു സമരസപ്പെട്ടു പോകാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ശബ്ദം മാറ്റാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ദൈവം സംസാരിക്കുന്നത് ഒഴികെ വേറെ ഒരു കാര്യവും സംസാരിക്കാൻ എന്നെക്കൊണ്ട് കഴിയത്തില്ല. ഞാനിത് പറയത്തില്ല. അങ്ങനൊരു ലൈഫ് എനിക്ക് വേണ്ട. ഒരു പക്ഷേ നിങ്ങൾ എന്നെ ഓണർ ചെയ്തില്ലായിരിക്കാം, ആദരിക്കത്തില്ലായിരിക്കാം, പ്രവാചകൻ അല്ലെന്ന് പറഞ്ഞേക്കാം, ഒരു പക്ഷേ കള്ളപ്രവാചകനാണെന്ന് പറഞ്ഞേക്കാം. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ദുരുപദേശക്കാരനാണെന്നും പറഞ്ഞേക്കാം.